ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുറച്ച് മസാലയൊക്കെ പുരട്ടി മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എല്ലുള്ള ബീഫ് വാങ്ങിക്കുകയാണ് നല്ലത്. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ വരും. ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അത് ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള കപ്പ എടുത്ത് വയ്ക്കാം. ഞാനിവിടെ കപ്പയും 1/2 കിലോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല വേവുന്ന കപ്പയാണെങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ കപ്പ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റാം. അതുപോലെ ഒരു 1/2 കപ്പോളം ചിരവിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് അത് ആ നാളികേരം വറുത്തതും കൂടി എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 4 വിസിൽ വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം ആ റോ സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വൺ ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമ്മൾ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയെല്ലാം നന്നായിട്ട് വാടി അതിൻ്റെ ആ റോ സ്മെല്ലെല്ലാം പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, കാരണം നമുക്ക് ആ കപ്പ കൂടി ചേർത്തിട്ട് അതെല്ലാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരേണ്ടതാണ്. വേവിച്ച് വെച്ചിരുന്ന കപ്പ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ കപ്പയും ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആ വറുത്ത് വെച്ചിരുന്ന നാളികേരക്കൊത്തും അതുപോലെ നാളികേരം ചിരവിയതും വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് സമയം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നാളികേരം വറുത്തതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കപ്പ ബിരിയാണിക്ക്. അതുപോലെ ഇടയ്ക്ക് നാളികേരക്കൊത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് അതെല്ലാം നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ കപ്പ ബിരിയാണി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കപ്പ ബിരിയാണിയുടെ മേലെ അത് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിലും മട്ടൺ വെച്ചും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.